മുറം വിറ്റു കിട്ടുന്ന തുച്ഛവരുമാനം കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ദരിദ്ര കുടുംബമാണ് പാക്കനാരുടേത്. മുറം വിൽക്കാത്ത ദിവസം മുഴുപട്ടിണി തന്നെ. പാക്കനാർ ശ്രാദ്ധമൂട്ടിനു പോയ ദിവസം മുറം വിൽക്കലുമുണ്ടായില്ല. കുറേ നാളായി ശേഖരിച്ചു വച്ചിരുന്ന നെല്ലെടുത്ത് കുത്തി അരിയാക്കി കഞ്ഞിവെച്ചാലോ എന്ന ചിന്തയുമായി പത്നി ഇരിക്കുമ്പോഴാണ് ജ്യേഷ്ഠ സഹോദരനായ അഗ്നിഹോത്രിയുമായി പാക്കനാരുടെ വരവ്. അവൾ അദ്ദേഹത്തെ യഥായോഗ്യം ബഹുമാനിച്ചു. അഗ്നിഹോത്രിയെ ആസനസ്ഥനാക്കിയ ശേഷം പാക്കനാർ തൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇവിടെ എത്രയിടങ്ങഴി നെല്ലിരിപ്പുണ്ട്? 5 എങ്കിൽ അതിൽ പകുതി നെല്ലെടുത്ത് കുത്തി അരിയാക്കി വേഗം വേവിച്ചു കൊണ്ടുവരൂ. ഭർതൃകൽപ്പന കേട്ടയുടൻ ആ സ്ത്രീ നെല്ലളന്ന് കുത്തി അരിയാക്കി ചോറുണ്ടാക്കി അവരുടെ മുന്നിൽ കൊണ്ടുവന്നു. ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞോളൂ. ഭർത്താവിൻ്റെ ആജ്ഞ കേട്ട് ഒരു നിമിഷം പോലും സംശയിച്ചു നിൽക്കാതെ പത്നി ആ ചോറ് കുപ്പയിൽ കൊട്ടി. ശരി, ഇനി ബാക്കിയിരിക്കുന്ന നെല്ലുകൂടി കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരൂ. പത്നി അകത്തു ചെന്ന് നെല്ല് കുത്തി അരിയാക്കി വേവിച്ച് ചോറാക്കി വീണ്ടും അവരുടെ മുന്നിലെത്തി. ഇതും കുപ്പയിലേക്ക് എറിഞ്ഞോളൂ. പാക്കനാരുടെ പത്നി അക്ഷരം പ്രതി അതും അനുസരിച്ചു. ആ ദിവസം മുഴുപട്ടിണിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഭർതൃകൽപ്പനയനുസരിച്ച് ചോറ് കുപ്പയിലേക്ക് എറിയാൻ അവൾ ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നില്ല. മാത്രമല്ല, യാതൊരു ഭാവവ്യത്യാസവും അവളുടെ മുഖത്ത് പ്രകടമായിരുന്നതുമില്ല. അഗ്നിഹോത്രിയോടായി പാക്കനാർ പറഞ്ഞു, ശരി, ഇനി നമുക്ക് അങ്ങയുടെ ഇല്ലത്തേക്ക് പോകാം. നാം എൻ്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിച്ച പോലെ അങ്ങയുടെ അന്തർജനത്തിനെ കൊണ്ടും ചെയ്യിച്ചാട്ടെ. ഓ, അതിനെന്താ? അഗ്നിഹോത്രി സമ്മതം മൂളിയപ്പോൾ ഇരുവരും ഇല്ലത്തേക്ക് യാത്രയായി. ഇല്ലത്തെത്തിച്ചേർന്ന ഉടൻ അഗ്നിഹോത്രി അന്തർജനത്തിനെ വിളിച്ചു പറഞ്ഞു, വേഗം 2 നെല്ലെടുത്ത് കുത്തി അരിയാക്കി ചോറ് വെച്ച് കൊണ്ടുവരൂ. ഇവിടെ അരി ഇരിപ്പുണ്ടല്ലോ, പിന്നെന്തിനാണ് നെല്ല് കുത്തുന്നത്? അന്തർജനത്തിൻ്റെ ചോദ്യം കേട്ട അഗ്നിഹോത്രി നിർബന്ധം പിടിച്ചു. പോരാ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് തീരെ രസിക്കാത്ത മട്ടിൽ അന്തർജനം അകത്തു ചെന്ന് നെല്ലുകുത്തി അരിയാക്കി വേവിച്ച് ചോറുമായി ഉമ്മറത്തു വന്നു. ആ ചോറ് കുപ്പയിലേക്ക് കളഞ്ഞോളൂ. അഗ്നിഹോത്രിയുടെ ആജ്ഞ കേട്ട് അന്തർജനത്തിന് വന്ന കോപത്തിന് അതിരില്ലായിരുന്നു. അവർ ചോദിച്ചു, എന്ത് ഭ്രാന്താണീ പറയുന്നത്? നാം കഷ്ടപ്പെട്ട് നെല്ല് കുത്തി ചോറുണ്ടാക്കിയത് കുപ്പയിൽ കളയാനോ? സാധ്യമല്ല. അഗ്നിഹോത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി സഹികെട്ട അന്തർജനം ചോറ് കുപ്പയിലേക്കെറിഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, അസംബന്ധം പറയുന്നതിനും ഒരതിരൊക്കെയില്ലേ? ദേഷ്യപ്പെട്ട് പിറുപിറുത്ത് അകത്തേക്ക് പോയ അന്തർജനം അഗ്നിഹോത്രി പലവൂര് വിളിച്ചിട്ടും പുറത്തേക്ക് വരികയുണ്ടായില്ല. വിഷണ്ണനായിരിക്കുന്ന അഗ്നിഹോത്രിയോടായി പാക്കനാർ ചോദിച്ചു, ഇതാണോ അങ്ങയുടെ ഭാര്യയുടെ പാതിവൃത്യം? ഭർത്താവിൻ്റെ ഏതാജ്ഞയും ശിരസാ വഹിക്കുകയും ഭർതൃഹിതത്തിനൊത്ത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് പതിവ്രതകളുടെ കടമ. മറ്റൊരു സന്ദർഭത്തിൽ അഗ്നിഹോത്രി എന്തോ കാര്യത്തിനായി പാക്കനാരെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ കുടിലിൽ ചെന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുന്നതിനായി ഒരു പീഠമെടുത്തു കൊണ്ടുവരുവാൻ പാക്കനാർ ഭാര്യയെ വിളിച്ചു. തൊട്ടടുത്ത കിണറ്റിൽ നിന്ന് കയറും പാളയും ഉപയോഗിച്ച് വെള്ളം കോരുകയായിരുന്ന പത്നി കയറും പാളയും കയ്യിൽ നിന്ന് വിട്ട് പീഠമെടുക്കാനായി അകത്തേക്ക് ഓടി. കിണറിൻ്റെ മധ്യഭാഗം വരെ എത്തിയ പാളയും കയറും താഴേക്ക് വീഴാതെ അതേപടി നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട അഗ്നിഹോത്രി പാക്കനാരോട് ചോദിച്ചു, എന്താശ്ചര്യമായിരിക്കുന്നു, പാളയും കയറും താഴോട്ടു പോകാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അതിൽ അത്ഭുതപ്പെടാനില്ല. അതാണ് പാതിവ്രത്യത്തിൻ്റെ ശക്തി. എന്ത് പ്രവൃത്തിയിലേർപ്പെട്ടിരുന്നാലും ഭർത്താവ് വിളിച്ചാൽ ഓടിയെത്തേണ്ടത് പതിവ്രതയായ ഒരു ഭാര്യയുടെ ധർമ്മമാണ്.
പാക്കനാരുടെ വാക്കുകൾ കേട്ട അഗ്നിഹോത്രിക്ക് പാതിവൃത്യത്തിൻ്റെ ശക്തി അപ്പോഴാണ് ബോധ്യമായത്. ഓം തത്സത്.